രാവിലെ എന്നാ പറമ്പിലിരുന്ന് മാന്തുന്നേന്നല്ലേ തെങ്ങിൻ ചോട്ടിലിരുന്ന് കവുങ്ങും ചോട്ടില്. എല്ലാവർക്കും നീർക്കെട്ട്, വേദന, സർവ്വ പ്രശ്നങ്ങളുമാ. അന്നേരം ഒരു ചമ്മന്തി അരയ്ക്കാന്ന് ഓർത്തുകൊണ്ട് ഇറങ്ങിയതാ. എന്നാന്നറിയാവോ, നമ്മുടെ ഇതിന് ഇവിടെയൊക്കെ മുത്തിളെന്ന് പറയും. പിന്നെ പിള്ളേർക്കൊക്കെ അരച്ചു കൊടുക്കുന്ന ഒത്തിരി നല്ലതാ. നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഷേപ്പ് മാതിരി തന്നെയാണ് ഇത് ബ്രെയിൻ ഡെവലപ്മെന്റിന് ഭയങ്കര നല്ലതാന്ന് കേട്ടോ പറയാ. അപ്പൊ കുട്ടികളുടെ ഭക്ഷണത്തിലൊക്കെ എപ്പോഴും ഉൾപ്പെടുത്തണം എന്ന് പറയുന്നൊരു സാധനം ഇത്. അപ്പൊ അവിടെ നീർക്കെട്ടുള്ളവർക്കും ഒത്തിരി നല്ല. അപ്പൊ ഞാൻ ഇതിന്റെ കുറച്ച് ഇല തപ്പി ഇറങ്ങിയത്. പണ്ടൊക്കെ ഇഷ്ടം പിടി മുത്തുളെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കാട് പോലെയായിരുന്നു. ഇപ്പൊ നമുക്ക് ഇതിന്റെ മൂട്ടില് ഒരു തയ്യാ കാണാൻ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ച് ഇല പറിച്ചിട്ട് ഇത് തോരനും വെക്കും കേട്ടോ. തോരൻ വെക്കാനും കൊള്ളാം, ചമ്മന്തി അരയ്ക്കാനും കൊള്ളാം. ഞാൻ ചമ്മന്തി ഇപ്പൊ അരയ്ക്കുന്നേ. ഇത് ഒത്തിരി ഔഷധ ഗുണമുള്ള സാധനം കേട്ടോ, മുത്തിള. ഇതിന് കൊടങ്ങൽ എന്നാന്ന് തോന്നുന്നു പറയുന്നത്. അങ്ങനെ പറയും. ഇവിടെ മുത്തിളെന്നാ കൂടുതലും പറയുന്നത്, കൊടങ്ങലെന്നും പറയും. അപ്പൊ ഇത് കാണാത്തവർക്ക് എന്ത് കാണിച്ചു തരാം. ഇത് ഒത്തിരി നല്ല സാധനം കേട്ടോ. ഇത് കണ്ടോ, ഇതിപ്പോ തോരൻ വെക്കാൻ മാത്രമൊന്നും ഇല്ല കേട്ടോ. ഞാൻ അത് കാരണം ഇത് ചമ്മന്തി അരയ്ക്കുന്നത്. ഇത് കണ്ടോ, ഇത് കുറച്ചേ ഉള്ളൂ ഇവിടെ. അപ്പൊ നമുക്കിത് ഇതിന്റെ ഇല പറിച്ചെടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്കൊരു ചമ്മന്തി അരയ്ക്കാം. ഇത്രേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. നമുക്കിത് മതി, ഒത്തിരി വേണ്ട. ഇത് ഇച്ചിരി മതി. ഇച്ചിരി ആണേലും ആള് പുലിയാ കേട്ടോ. ചൈനക്കാരുടെ മെഡിസിനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം കേട്ടോ ഇത്. നമുക്കും കഴിക്കാന്ന്. നമ്മുടെ പറമ്പിക്കടയില്ലേ, പിന്നെ ചൈനക്കാരുടെ അടുത്ത് പോകണേ ഇതിനെ കാശ് കൊടുത്തു. നമ്മുടെ കണ്ടത്തിക്കട ഇറങ്ങിയാൽ കിട്ടും കേട്ടോ. ഇത് കണ്ടോ, തപ്പി നടന്നപ്പോൾ മുത്തുള്ളാണ്ട് ഉള്ള കവുങ്ങിൻ്റെ എല്ലാം ഉള്ളിക്കടെ മറ്റേ വള്ളി പോലെ കയറിയിട്ടുണ്ട് കേട്ടോ. മറ്റേ കണ്ടത്തിലെ കവുങ്ങിൻ്റെ ഇത് കണ്ടോ, നല്ലപോലെ കയറിയിട്ടുണ്ട്. ഉണ്ടോ, ഇതിങ്ങനെ ഒരു തരം വള്ളിച്ചെടിയാണ് കേട്ടോ. ഉണ്ടോ, ഇങ്ങനെ കിടക്കുന്ന ഒരു വള്ളിച്ചെടിയാണ്. ഇനി ഇവള് ചമ്മന്തി അരയ്ക്കാൻ പഠിപ്പിക്കുമെന്ന് ചോദിക്കരുത്. മറ്റേ മുത്തുളിൻ്റെ ഇല ചമ്മന്തി അരയ്ക്കുമ്പോൾ അങ്ങനെ തന്നെ പച്ചക്ക് അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചൊവയാട്ടോ, രസം ഉണ്ടാവില്ല. അപ്പം നമ്മളിപ്പോൾ കഞ്ഞിയൊക്കെ വെച്ച് അടുപ്പയിൽ കഞ്ഞിയൊക്കെ വെച്ചേക്കുവാണെങ്കിൽ ആ അടുപ്പും തറയിൽ വെച്ചാലും അത് വാടി കിട്ടും കേട്ടോ. അത് വാട്ടിയിട്ട് ചമ്മന്തി അരയ്ക്കണം എപ്പോഴും നല്ലതേ. പിന്നെ ആണെങ്കിൽ ഒന്നെങ്കിൽ പുളി എടുക്കാം, വാളംപുളി എടുക്കാം, അല്ലെങ്കിൽ ഒരു കുഞ്ഞു തക്കാളി എടുക്കാം കേട്ടോ. അതും കൂടെ വേണേ. അപ്പം നമുക്ക് പിന്നെ വലിയ സാധനമൊന്നും വേണ്ട. ചമ്മന്തിക്ക് സാധാരണ കാന്താരിയും ഇച്ചിരി വെളുത്തുള്ളിയും ഇച്ചിരി തേങ്ങ, അത്ര സാധനം മതി കേട്ടോ. അല്ല ചുവന്നുള്ളി, ചെറിയ ഉള്ളി, അത് പറയാൻ മറന്നുപോയി. അപ്പം അത്ര സാധനങ്ങൾ മതി കേട്ടോ. അപ്പം ദേ ഇത്ര സാധനം മതി കേട്ടോ. എന്തിന്, മുത്തുള്ള ചമ്മന്തി അരയ്ക്കും. ഇതൊക്കെ പിള്ളേർക്കൊക്കെ കൊടുക്കണം കേട്ടോ. ഒത്തിരി നല്ല സാധനമാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വാട്ടാം. നമ്മുടെ മുത്തലിൻ്റെ ഇലയും കൂടെ കൂട്ടി ഒന്ന് വാട്ടാം. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ മുത്തലിൻ്റെ ഇലയൊന്ന് വറുത്തെടുക്കാം. ചുമ്മാ വെറുതെ വാട്ടിയെടുത്താൽ മതി കേട്ടോ. ഇത് വെറുതെ നമുക്ക് ഇങ്ങനെ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പം ഇത് വാടിയിട്ടുണ്ടേ. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി, വലിയ കാര്യമൊന്നുമില്ല. ഇതന്നെ എടുക്കാം. കണ്ടോ, ഇട്ടപ്പോൾ കുറച്ച് അധികം ഇല ഉണ്ടായത്. ഇപ്പോൾ നോക്കുക ആകെ ഇത്രയല്ലേ ഉള്ളൂ. പക്ഷെ ഇത്രയും മതി കേട്ടോ. കാന്താരിയും തക്കാളിയും കൂടെ ഒന്ന് ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന്, എണ്ണ ഒന്നും വേണ്ട, ചുമ്മാ ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഒരു കറിക്ക് എങ്ങനെയാണേലും ചമ്മന്തിക്ക് ഒരു ടേസ്റ്റ് കൂടുതലുണ്ടല്ലോ. അതുകൊണ്ടാണ് ഏതായാലും ചട്ടി ചൂടാക്കിയില്ലേ. തക്കാളി ഇതിച്ചിരി ചൂടായേച്ചിടാം. തക്കാളിയും കൂടെ ആ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. തക്കാളിയോ പുളിയോ ഏതെങ്കിലും അവനവൻ്റെ എണ്ണത്തിനുള്ള ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. തേങ്ങ പിന്നെ നമുക്ക് വറക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇത് ഇത്ര സാധനങ്ങളാട്ടോ ഉള്ളത്. തേങ്ങയും നമ്മൾ വറുത്ത് വെച്ചതും ഇച്ചിരി ഉപ്പുകല്ലും ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ആദ്യം നമുക്ക് ഇലയൊന്ന് അരയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ തേങ്ങയും കുറച്ച് ഉപ്പ് ബാക്കിയുള്ളതും എല്ലാം കൂടെ കൂട്ടി മൊത്തം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ മുത്തുള്ള ചമ്മന്തി നല്ല അരച്ച് ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട്. മുത്തൽ ചമ്മന്തി ഇതേ അരച്ച് നല്ല ഉരുട്ടി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട, അപ്പം ഈ മുത്തളും അല്ലെങ്കിൽ കൊടകൻ എന്ന് പറയുന്ന സാധനത്തിന് ഒത്തിരി ഗുണമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പം പിള്ളേർക്കൊക്കെ ചമ്മന്തി അരയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തോരൻ വെക്കുമ്പോഴൊക്കെ ഇതിൻ്റെ 2-3 ഇല പറിച്ച് അതിനകത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. മറ്റേ ഓർമ്മശക്തിക്കും ബുദ്ധിക്കും ഒക്കെ ഭയങ്കര നല്ലതാണെന്നാണ് പറയുക ഇത്.
പിന്നെ ഉണ്ടല്ലോ ആൽഷിമേഴ്സ് പോലത്തെ അസുഖങ്ങൾക്കൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടകൻ ഉപയോഗിക്കുമെന്ന് പറയുന്ന ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല 1ാം ക്ലാസ് അപ്പോൾ ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല. നമ്മളതൊന്ന് വാട്ടി അരച്ചുകൊണ്ട് നല്ല രുചി കേട്ടോ. സാധാരണ ചമ്മന്തി പോലെ തന്നെ കഴിക്കുന്നതിന് വേറെ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. അല്ല 1ാം ക്ലാസ് ചമ്മന്തിയാണ്. അപ്പം പിള്ളേരുടെ ഭക്ഷണത്തിലൊക്കെ എപ്പോഴും ഇച്ചിരിയൊക്കെ 2 ഇലയൊക്കെ തോരൻ വെക്കുന്നതിനകത്ത് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ചമ്മന്തി അരച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒത്തിരി നല്ല കേട്ടോ. പണ്ടത്തെ കാരണന്മാർ ഇതൊക്കെ അല്ലേ തിന്നോണ്ടിരുന്നേ. അവരൊക്കെ കണ്ടില്ലേ ജില്ല് നടക്കുന്നേ. അപ്പം അങ്ങനെ നമ്മുടെ കൊടകൻ ചമ്മന്തി അഥവാ മുത്തൽ ചമ്മന്തി റെഡി ആയതേ അറിയിച്ചു. എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതെന്തായാലും സാധനം നല്ല 1ാം ക്ലാസ് സാധനമാണ്. അപ്പം എല്ലാവരും ഉപയോഗിച്ചോന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പം അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.